ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോളെ എന്നോട് പറയാതെ വിളിച്ചോണ്ട് വരാൻ എന്ത് അധികാരമുള്ളേ? നിനക്കുള്ള അധികാരം തന്നെ അവനും ഉണ്ട്. അവനെ ഈ കൊച്ചിന്റെ അച്ഛനാ. എന്നെ വേണ്ടാത്തവർക്ക് എന്റെ മോളെ വേണ്ട. അത് തീരുമാനിക്കേണ്ടത് നീ മാത്രമാണോ? മോളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് അവളുടെ അച്ഛനാ. നിന്നെ പോലൊരു തേർഡ് റേറ്റ് ക്രിമിനലിന് മുന്നിൽ പതറിപ്പോകുന്നതല്ല കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ മനോധൈര്യം. ആണായി പിറന്നവൻ കൂടെയില്ലാത്തതിന്റെ ഒരു തിളപ്പാ നിനക്ക്. അത് ശരിയായ ആണിനെ അടുത്തെറിയുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ. നിന്നെ പോലൊരു ചട്ടമ്പിയെ നേരിടാൻ എനിക്ക് ഒരാളുടെ സഹായവും വേണ്ട. എന്റെ ഈ കൈ മതി. കൈയെടുക്കൂ. അതെ, ഈ അഭ്യാസ മുറയൊക്കെ ആഫീസില് പാവപ്പെട്ട കീഴ് ജോലിക്കാരുടെ അടുത്ത് അങ്ങ് എടുത്താ മതി. ഇങ്ങോട്ട് വേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്കങ്ങ് വീതിക്കാം. അത് നടപ്പാക്കാനുള്ള പരിപാടിയൊന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ട് മേഡം AC ഇട്ട കാറി കയറി പോവാൻ നോക്ക്. ഇവിടെ ഇങ്ങനെ തമ്പടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇപ്പൊ പോയാലും എന്റെ റിപ്പോർട്ട് നിങ്ങൾക്കെതിരെ പോകേണ്ടടുത്ത് പോയിരിക്കും. പിന്നെ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഒരാണിന്റെ കൈയായിരുന്നു എന്റെ നേരെ ഉയർന്നിരുന്നെങ്കിൽ അവൻ നേരെ ചൊവ്വേ വീട് കാണില്ലായിരുന്നു. ഇതിപ്പോ ജില്ലാ കളക്ടറും സ്ത്രീയും ആയതുകൊണ്ട് ചെറിയൊരു പരിഗണന, ഒരു മര്യാദ, അത്രേ ഉള്ളൂ. പക്ഷേ ആ ഔദാര്യത്തിന്റെ പേരിൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നാവാടിയാൽ ശാലിനി വിവരം അറിയും. ശിവന്റെ ശരിയായ താണ്ഡവം കൺമുന്നിൽ കാണുകയും ചെയ്യും. അതിന്റെ ബലം കൂടെ കൂട്ടിക്കൊണ്ടു വന്നവരെ അനുഭവിക്കുകയും ചെയ്യും. വന്ന പോലെ പോകുന്നതാണോ നല്ലത്, അതോ കയ്യാങ്കളിക്കൊരു സാധ്യത കാണുന്നുണ്ടോന്ന്? രണ്ടായാലും ശിവൻ ഓക്കെയാ. തീരുമാനം എടുക്കാനുള്ള അവകാശം മേഡത്തിന് വിട്ടുതരിക. നമുക്ക് കാണാം. നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് നിനക്കൊന്നും അധികകാലം ഇവിടെ കഴിയാൻ പറ്റില്ല. അതും ഞാൻ ഈ ജില്ലയുടെ കളക്ടർ ആയിരിക്കുമ്പോ. ഇറങ്ങേണ്ടി വരൂ ഇവിടെന്ന്. സ്റ്റേ ഓർഡർ തന്ന കോടതി തന്നെ ഇറക്കി വിടാൻ പറയും. അന്നും നിന്റെ മുഖത്തെ ഈ ആത്മവിശ്വാസം അതെനിക്ക് കാണണം. ഇതെന്റെ സ്ഥായിയായ ഭാവമാണ് മേഡം. ശിവോഹം 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 ശിവോഹം. നമുക്ക് കാണാം. കാണാം. മേഡം ദേഷ്യത്തില. എന്നെ പൂട്ടാനുള്ള പൂട്ടം തിരക്കുള്ള പോക്ക. പൂട്ടും കൊണ്ട് വരട്ടെ. മേഡത്തിന് അറിയില്ലല്ലോ ആ പൂട്ട് തുറക്കാനുള്ള താക്കോൽ ഞാൻ എപ്പോഴേ തയ്യാറാക്കിയെന്ന്.
വേദന തോന്നുന്നുണ്ടോ സാറേ? എന്ത് വേദന? ഒരു മരവിപ്പ് മാത്രമേ ഉള്ളൂടോ. താനൊന്ന് പിച്ചു നോക്കടോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കട്ടെ. അരുതാത്തതൊന്നും പറയല്ലേ സാറേ, നല്ല മാറ്റമുണ്ട്. എന്നാ പിന്നെ കുറച്ച് തൈലം കൂടി തേക്കായിരുന്നില്ലേ പിള്ളേ? ഞാൻ പറഞ്ഞതാ സത്യാമ്മേ, സാറ് കേക്കണ്ടേ? രാവിലെ ഒരു വട്ടം തേച്ചതല്ലേ ഭാമേ, ചുമ്മാ എപ്പോഴെപ്പോഴും തേച്ച് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് എന്തിനാ? മോളെ മെല്ലെ. പപ്പി വേനയുണ്ടോ? ഇല്ല സത്യ. വാ. അല്ല, വിഷ്ണു വിളിക്കുവെല്ലാം ചെയ്തായിരുന്നോ? ഇല്ല, അങ്ങോട്ട് വിളിച്ചിട്ട് അവനെ കിട്ടുന്നുമില്ല. പോയാ പിന്നൊരു പോക്കാ, വിളിയില്ല പറച്ചിലുമില്ല, ചുമ്മാ. അയ്യോ, ഇതെന്തു പറ്റി മോളെ? എന്താ രോഗത്ത് ഉണ്ടായേ? സ്കൂളിലെ വന്ന് ഓടി വീണതാ. ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു. ശോ, ഇന്നത്തേക്ക് നീരുണ്ടാവും, അതാ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്നത്. ശോ. പപ്പി സ്കൂളിൽ ഓടി വീണതാ സത്യാമ്മേ. എടാ, എന്നിട്ട് എല്ലിന് പൊട്ടലൊന്നുമില്ലല്ലേ? ഏയ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും 1-2 ദിവസത്തേക്ക് കൈ അനക്കണ്ടെന്നാ പറഞ്ഞേ. എത്രയായി? 50. കാണിച്ചേ, വേദനയുണ്ടോ? കൈ അനക്കുമ്പോ വേദനയുണ്ട്. ഓ, കൈയൊന്നും അനക്കണ്ട. 1-2 ദിവസം കളിക്കാൻ ഓടാനോ നിൽക്കണ്ട. അടങ്ങി നീ ഇവിടെ ഇരുന്നാ മതി. പപ്പി അയ്യോ, എന്താ ഇത്? എന്താ മോളെ പറ്റിയത്? എന്താ മോളെ പറ്റിയത്? രോഹിത്തെ, എന്റെ മോളെ എന്നോട് പറയാതെ വിളിച്ചോണ്ട് വരാൻ എന്ത് അധികാരമുള്ളേ? ഡി, നിനക്കുള്ള അധികാരം തന്നെ അവനും ഉണ്ട്. അവനെ ഈ കൊച്ചിന്റെ അച്ഛനാ. എന്നെ വേണ്ടാത്തവർക്ക് എന്റെ മോളെ വേണ്ട. അത് തീരുമാനിക്കേണ്ടത് നീ മാത്രമാണോ? മോളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത് അവളുടെ അച്ഛനാ. അതും അവള് നിക്കേണ്ട വീട്ടില്. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. രോഹിത്തെ, ഇവളെങ്ങനെയാ വീണേ? ഇവൾക്ക് എന്താ പറ്റിയെന്ന് പറയാൻ. ശ്യാമ, അവള് കളിക്കുമ്പോ ഒന്ന് ഓടി വീണതാ. സത്യ, പപ്പി എങ്ങനെയാ വീണത്? ഞങ്ങള് കളിക്കായിരുന്നു. ഞാൻ പിടിക്കാൻ ഓടിച്ചപ്പോ പപ്പി ഒരു മരത്തിന്റെ വേരിൽ തട്ടി വീണതാ. ഇയാളാ എന്റെ കൊച്ചിനെ മനഃപൂർവ്വം സത്യ കൊണ്ട് തള്ളിയിടിച്ചത്. ഇയാളാ, അതിനൊരു തർക്കവും ഇല്ല.